ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരള അലോട്ട്മെൻറ്റ് വരാറായല്ലോ. അപ്പോൾ അലോട്ട്മെൻറ്റ് വരുമ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രിഫറൻസ് കൊടുക്കാനുണ്ട്, ഓപ്ഷൻ കൊടുക്കുക എന്ന് പറയും. നമുക്ക് ഏതൊക്കെ മെഡിക്കൽ കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ സ്കോർ വെച്ചിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതൊക്കെ മെഡിക്കൽ കോളേജിൽ പ്രിഫറൻസ് കൊടുക്കണം എന്നുള്ളൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് ഏതൊക്കെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന് പോലും ആക്ച്വലി കൃത്യമായിട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല. നമ്മുടെ കേരളത്തിൽ ടോട്ടൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്. അതിൽ എത്ര സീറ്റ്സ് ഉണ്ടെന്നും ഏതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കൊടുക്കാൻ പോകുന്ന മെഡിക്കൽ കോളേജിൻ്റെ പ്രയോറിറ്റി ഓർഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓർഡർ ഉണ്ട്, അതായത് എനിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അത്യാവശ്യം റിസർച്ച് ചെയ്ത് പല മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, പിന്നെ റാങ്കിങ് വൈസ് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റിലെ നമ്മുടെ ലിസ്റ്റിലുള്ളത് എല്ലാവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ള കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്ന് പറയും. അപ്പോൾ ഈ കോളേജ് ആക്ച്വലി എല്ലാവർക്കും അറിയാം, നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരിക്കാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടുക എന്നുള്ളത്. കാരണം ഭയങ്കര പോപ്പുലറാണ് ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ അത്യാവശ്യം നല്ല എക്സ്പോഷർ കിട്ടും. കാരണം ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് പേഷ്യൻസ് അവിടെ ഒരു ദിവസം തന്നെ വരുന്നുണ്ട്. ആൻഡ് അവിടുത്തെ സീറ്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് എന്ന് പറയുന്നത് 250 ആണ്. സോ അപ്പോൾ ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നെക്സ്റ്റ് നമ്പർ 2 വരുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടായ മെഡിക്കൽ കോളേജ്. അത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആക്ച്വലി എല്ലാം ഒരുവിധ സെയിം ആണ്. കുറച്ച് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റിലെ കോഴിക്കോടും സെക്കൻഡ് ട്രിവാൻഡ്രമാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് കോഴിക്കോട്, സെക്കൻഡ് ട്രിവാൻഡ്രം അറിയത്തുള്ളൂ. ആൻഡ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും ഇതേപോലെ 250 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തേർഡ് മെഡിക്കൽ കോളേജ് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. സോ ഇവിടുത്തെ സീറ്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ 175 ആണ്. സോ കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് റാങ്കിങ് 3 വരുന്ന കോളേജാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കോളേജ് തന്നെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് 175 ഉണ്ട്. അടുത്ത നാലാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് തൃശ്ശൂർ മെഡിക്കൽ കോളേജാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജും ഇതേപോലെ തന്നെ കോട്ടയത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന കോളേജാണ്. 175 സീറ്റ്സ് തന്നെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഉള്ളത്. അടുത്ത 5th പൊസിഷനിൽ വരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്, TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ. അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ്. 5th പൊസിഷനാണ് വരുന്നത് സ്റ്റേറ്റ് റാങ്കിങ്ങിൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സീറ്റ്സും 175 ആണ്. 6th പൊസിഷനിൽ വരുന്നത് നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 110 സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ ആലപ്പുഴയുടെ തൊട്ട് താഴെ കൊടുക്കേണ്ടത് എറണാകുളം മെഡിക്കൽ കോളേജാണ്. 7ാമത് പൊസിഷനിൽ കിടക്കുന്നത് നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ്, മലപ്പുറത്തുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജാണ്. ഇവിടുത്തെ ടോട്ടൽ സീറ്റ്സ് വരുന്നത് 116 സീറ്റ്സാണ്. കോളേജ് അത്യാവശ്യം നല്ല റിസൾട്ട്സ് കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാവരും പൊതുവെ മഞ്ചേരിയിലേക്ക് താല്പര്യം ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ 7th പൊസിഷനാണ് സ്റ്റേറ്റ് റാങ്കിങ്ങിൽ മഞ്ചേരി വരുന്നത്. സോ 7ാമത് മഞ്ചേരി. 8ാമത്തെ പൊസിഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കണ്ണൂരാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നമുക്ക് 170 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ കോളേജ് ഹോസ്റ്റലൊന്നും അധികം വൃത്തിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ കുറച്ച് റാങ്കിങ് ഒക്കെ കൂടുതലാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ബട്ട് കണ്ണൂർ മെഡിക്കൽ കോളേജ് 8th പൊസിഷനിലാണ്. 9th പൊസിഷനിൽ ഉള്ളത് കൊല്ലത്തെ പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ്. അതൊരു ESI മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ജനറൽ സീറ്റ്സ് കുറവായിരിക്കും. അവിടുത്തെ ടോട്ടൽ സീറ്റ്സ് 110 ആണ്. 10ാം സ്ഥാനത്തുള്ളത് ഇടുക്കി മെഡിക്കൽ കോളേജാണ്. ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പോൾ വന്നിട്ട് 2 വർഷമായിട്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ 100 സീറ്റ്സേ ഉള്ളൂ അവിടെ ടോട്ടൽ. അതിന് കോളേജ് 2 വർഷം ആയിട്ടുള്ളൂ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്. പക്ഷേ കൊള്ളാം. ഈ വർഷം എടുത്ത സെക്കൻഡ് ബാച്ച്, ഫൈനൽ ബാച്ച് ഇതുവരെ വന്നിട്ടില്ല. സോ ആ ഒരു ഇതുണ്ട്. ബട്ട് ഇടുക്കി മെഡിക്കൽ കോളേജാണ് 10th പൊസിഷനിലുള്ളത്. 11th പൊസിഷനിലുള്ളത് പാലക്കാട് മെഡിക്കൽ കോളേജാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ കുറേ പേര് വീഡിയോസൊക്കെ കണ്ടാണ് അവിടുത്തെ കുട്ടികൾ സ്ട്രൈക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവിടുത്തെ സ്ഥിതി അത്യാവശ്യം മോശമാണ്. റാങ്കിങ് വൈസ് ആണ് 11th പൊസിഷനിൽ നിൽക്കുന്നത്. ബട്ട് അവിടുത്തെ സിറ്റുവേഷൻസൊക്കെ കുറച്ച് മോശമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 100 സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആയിട്ടുള്ള, അതായത് 12ാമത്തെ മെഡിക്കൽ കോളേജാണ് കോന്നി മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട ജില്ലയിലെ കോന്നി മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇത് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, 1 വർഷം. കഴിഞ്ഞ വർഷമാണ് കോന്നി മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. മെഡിക്കൽ കോളേജ് ആയാലും ഹോസ്പിറ്റലായാലും ഹോസ്റ്റലായാലും അത്യാവശ്യം ബിറ്റ് ഓഫ് ഡിഫിക്കൽട്ടി ഉണ്ട്. സോ
12th പൊസിഷൻ, അതായത് നമുക്ക് കേരളത്തിൽ ടോട്ടൽ 12 മെഡിക്കൽ കോളേജാണുള്ളത്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണുള്ളത്. അതിൽ 12ാമത്തെ പൊസിഷന് ഞാൻ കോന്നിക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ലിസ്റ്റ്, ഒരു പ്രയോറിറ്റി ഓർഡർ ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് ആവശ്യം ഉള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത് എൻ്റെ ലിസ്റ്റാണ്, ഞാൻ കൊടുക്കാൻ പോകുന്ന ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബെനിഫിറ്റ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത സെൽഫ് മാനേജ്മെൻറ്റിൻ്റെയും അതേപോലെ ഓൾ ഇന്ത്യ കോളേജിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വരുന്ന വീഡിയോയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇൻസ്റ്റഗ്രാം ലിങ്കും ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.